ഗണപതിയുടെ പേരൻസ് പ്ലീസ് കം. സാറേ ഷൺമുഖത്തിന്റെ അച്ഛനെല്ലാം വിളിച്ചായിരുന്നു? ഇല്ല, ഗണപതി അച്ഛനെ വിളിച്ചായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ പുതിയ പേരുകളായ റയാൻ, സയാൻ, ഹയാൻ അതിനോടൊന്നും വലിയ താല്പര്യം. അവർക്ക് ഈ വിന്റേജ് പേരിനോടാണ് ഇഷ്ടം. എന്നാ പിന്നെ അംബാസഡർ എന്നിട്ടുണ്ടായിരുന്നു. അല്ല, സാറിന്റെ മോന്റെ പേരെന്താ? റയാൻ. അയ്യോ സാറേ, ഞാനൊന്നും മനസ്സ് വെച്ച് പറഞ്ഞല്ല കേട്ടോ. റയാൻ നല്ല സ്റ്റൈലും പേരല്ലേ? അത് മാത്രമല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ത് സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അതെ, അതൊക്കെ നമ്മുടെ കാലത്ത് ഇംഗ്ലീഷ്. പ്ലസ് ടു കഴിഞ്ഞ നമ്മുടെയൊക്കെ അവസ്ഥ സാറിന് ഓർമ്മയില്ലേ? ഒന്നെങ്കിൽ MBBS പോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോ. ഇനി ഡിഗ്രിക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയും മേടിച്ചോണ്ട് വീട്ടിനകത്തോട്ട് വരാം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയല്ലേ. നമ്മ അച്ഛനും പറയുന്ന കേൾക്കുന്നു, ഇപ്പൊ പിള്ളേര് പറയുന്നത് കേൾക്കുന്നു. നമ്മൾ 90s കിഡ്സിന്റെ ഒരു അവസ്ഥയെ. ഇപ്പൊ പിള്ളേരുടെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ. അതെന്ത് സാധനം? നമ്മളെ പിള്ളേർക്കുള്ള ADHD, ആങ്കർ ഇഷ്യൂസ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ഇതൊക്കെ നമുക്ക് ബ്രെയിൻ മാപ്പിംഗ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഈ പിള്ളേരുടെ ഫിംഗർ ടിപ്സ് അല്ല, ഫിംഗർ പ്രിന്റ്സ് ഇതെടുത്ത് വെച്ചിട്ട് പിള്ളേരുടെ ഇൻബോൺ ടാലൻസ് അവർ വായിച്ചാണോ കണ്ടാണോ കേട്ടാണോ പഠിക്കുന്നതെന്നോ അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാക്കനാടുള്ള നിർവ്വാണ ലൈഫ് പാത്തില്ലേ, അവിടെ ബ്രെയിൻ മാപ്പിംഗ് ഉണ്ട്. നമുക്ക് നേരിട്ട് പോകാൻ പറ്റൂലെങ്കിൽ ഓൺലൈൻ സർവീസ് അവർക്കുണ്ട്. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ആരായിരുന്നല്ലേ? 4.5 വയസ്സ് കഴിഞ്ഞ് ആർക്കാണെങ്കിലും പോകാൻ സാറേ. ഞാൻ ഈ ആക്ടിംഗ് മേഖലയിലേക്ക് തിരിയണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ബ്രെയിൻ മാപ്പിംഗ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഭാവിയിൽ രജനീകാന്ത് ആവാൻ സാധ്യതയുണ്ടോ. ഷൺമുഖന്റെ പേരന്റ് പ്ലീസ് കം. അല്ല, സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ശിവൻ. ഭാര്യയുടെ പേര് പാർവതി എന്നായിരിക്കുമല്ലോ. അയ്യോ അതെ, ഞാൻ പോയിക്കാം.